ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗിഫ്റ്റൊക്കെ ഉള്ള ഒരു ബൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ട് അതാണ് നമ്മൾ ഈ ബൊക്കയ്ക്കകത്ത് ഗിഫ്റ്റായിട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബൊക്കയുടെ ഷീറ്റും കുറച്ച് സ്റ്റിക്കും റിബണും പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ച് പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ ബൊക്കയുടെ വലിപ്പത്തിനനുസരിച്ച് ഇപ്പോൾ വലിപ്പം കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിലോ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റിക്കിൽ എന്ത് ചെയ്യാം, ഈ ഗിഫ്റ്റുകൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ബൊക്കയുടെ വലിപ്പമൊന്നും അല്ലെങ്കിൽ ഈ ഹൈറ്റൊന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്കൊരു നീളം കൂടി സ്റ്റിക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബൊക്കയുടെ അത്ര വലിപ്പമൊക്കെ മതിയെങ്കിൽ എന്ത് ചെയ്യാം, ഇത്രയുള്ള സ്റ്റിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ സ്റ്റിക്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം മെനക്കെട്ട ഒരു പരിപാടിയാണ്. പിന്നെ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്ന് അല്ലെങ്കിൽ സമയം കളഞ്ഞ് നമുക്കിത് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ബർത്ത്ഡേയോ അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അവർ കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാം ഒരേ സ്റ്റിക്കിൻ്റെ അകത്ത് കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എന്തിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഗേൾസാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളെ ബോയ് ഫ്രണ്ടിനെ അയച്ചു കൊടുത്തിട്ട് പറയൂ സമയം കളഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ. അതുപോലെ തന്നെ നിങ്ങൾക്കാരും തരാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആർക്കും ചെയ്തു കൊടുക്കാനില്ല എന്നാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തു കൊടുക്കാം. സെൽഫ് ലവ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്കിത് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതും ആവും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫൺ പോലെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളെല്ലാത്തിലും ഒന്ന് കോർത്തെടുക്കണം. പിന്നെ ഇത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ നമ്മൾ നെയിൽ പോളിഷോ അല്ലെങ്കിൽ ഈ ക്ലിപ്പല്ല, നമ്മൾ ഈ കുറച്ച് വെയിറ്റൊക്കെയുള്ള സാധനങ്ങളില്ലേ, അത് ഏറ്റവും മുകളിലോട്ട് കൊടുക്കാതെ ഏറ്റവും താഴോട്ടും ഈ ഫ്ലവർ പോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മുകളിലോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ വെയിറ്റുള്ള സാധനമാണ് മുകളിൽ കൊടുക്കണമെങ്കിൽ അതെന്ത് ചെയ്യും, പൊട്ടി അങ്ങ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും നേരം ഞാൻ വാതോരാതെ സംസാരിച്ച് നിങ്ങളെ ശല്യപ്പെടുത്തിയതല്ലേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഈ സാധനം ഞാൻ ആർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഗൈസ്. ഇതെനിക്ക് വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ സെൽഫ് ലവ് നമ്മൾ കാണിക്കട്ടെ. നമുക്ക് വേണ്ടി തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് അത് ജസ്റ്റ് നമ്മൾ അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യലായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ദുരുദ്ദേശമുണ്ട്. നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്കൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിലാണ് ഞാനിതൊക്കെ എടുത്തത്. പക്ഷേ ആ സമയത്തിന് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സ്വാഭാവികം, എൻ്റെ മടി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പതുക്കെയായാലും നിങ്ങളിനി അടുത്ത വാലൻറ്റൈൻസ് ഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം. നിങ്ങളിതൊക്കെ കണ്ടിട്ട് വായോ. കുറച്ച് സമയത്തേക്ക് മിണ്ടാതിരിക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കും വീഡിയോ ഇങ്ങെത്തി. അപ്പോൾ ഇനി ആ സാധനങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ ബുക്കയുടെ കവർ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സ്പോഞ്ചും ഇനിയാണ് റിബണിൻ്റെയൊക്കെ ആവശ്യം. അപ്പം നമ്മൾ കവർ ഒരു ഷീറ്റ് മാത്രം നന്നായിട്ട് വിരിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് കറക്റ്റ് അളവിന് നമുക്ക് എത്ര വലിപ്പത്തിനോ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതൊന്ന് ടൈ ചെയ്ത് വയ്ക്കുകയാണ്. നമുക്കത് കെട്ടിക്കൊടുക്കാം. അതിനെക്കാട്ടിൽ ഈസി നമ്മൾ അവസാനം റിബൺ ഇട്ട് അതെന്തായാലും ടൈ ചെയ്യും. അപ്പോൾ അതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും. അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട ശേഷം ഞാനതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഞാൻ കുറച്ച് താഴ്ത്തിയിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് കയറ്റിയിട്ടുമാണ് ഈ കവറിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചൊന്ന് കാണാൻ പറ്റുന്നില്ല, ക്യാമറ പ്രോബ്ലം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തോ. എന്നിട്ട് ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ആ ഷീറ്റിനെ തന്നെ ഒന്ന് നന്നായിട്ട് 3 മടക്ക്, അതായത് ഒന്ന് തിരിച്ച് മടക്കി എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് അതിനെ പിറകിൽ കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ബാക്ക് വശം വന്നിട്ട് നല്ല രസമായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റിക്കിലായിട്ട് വെച്ചിട്ടുള്ള ഗിഫ്റ്റുകളില്ലേ അല്ലെങ്കിൽ ആ ഒരു തിങ്സ് ഇല്ലേ, അതിന് നമുക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ വെയിറ്റ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ കുറച്ച് ബാക്കിലോട്ടും പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഫ്രണ്ടിലോട്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിപ്പം ഒട്ടും സ്ട്രോങ് ആയിരിക്കത്തില്ല. ഇനി നമ്മൾ റിബണിട്ട് 1-2 തവണ ചുറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല നീറ്റായിട്ട് കെട്ടിക്കൊടുക്കാം.
നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് കേൾക്കാം, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തോ. ഞാൻ ഇങ്ങനെ പുറത്തിരുന്നിട്ടാണ് വോയിസ് ഒക്കെ എടുക്കുന്നത്, അതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഗൈസ്.